എൻ്റെ പേര് ടിഷ റോബിൻ. ഞാൻ കുവൈറ്റിൽ നിന്ന് വരുന്നു. ഇവിടെ മഞ്ഞാമറ്റം ഇടവകയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവകാംഗമാണ്. ഞാനിവിടെ സാക്ഷ്യം പറയാൻ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 ഏപ്രിൽ മാസമാണ്. ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് ഞങ്ങൾക്ക് ലഭിച്ച രോഗസൗഖ്യത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ്. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയോടും ഈശോയോടും സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു. ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ആദ്യം വെച്ചിരുന്നൊരു നിയോഗമായിരുന്നു, പരിശുദ്ധാത്മാവിഷത്താൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിറയ്ക്കണമെന്ന്. ഞങ്ങൾ നേരത്തെ പ്രാർത്ഥിക്കുമെങ്കിലും അങ്ങനെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഡ്യൂട്ടിക്കനുസരിച്ച് കുറവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും കൊന്ത ചൊല്ലാനും ബൈബിള് വായിക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും തുടങ്ങി. പിന്നെ എൻ്റെ രണ്ടാമത്തെ ഒരു നിയോഗത്തിൽ ഞാൻ വെച്ചിരുന്നത് രോഗത്തിൽ നിന്നും അപകടത്തിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്ത് പരിപാലിക്കണമെന്നായിരുന്നു. ഞാൻ 2022 ഹെൽത്ത് ചെക്കപ്പ് ചെയ്തപ്പോൾ എൻ്റെ 2 ബ്രസ്റ്റിനും മൾട്ടിപ്പിൾ ലിംഫ് നോഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു അതിൻ്റെ ഷേപ്പ് ഇറഗുലർ ആയതുകൊണ്ട് ബയോപ്സിക്ക് അയക്കണമെന്ന്. അങ്ങനെ ഞാൻ ബയോപ്സിക്ക് അയച്ചു. അപ്പോൾ അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അത് ക്യാൻസർ ആണോ എന്ന്. ബയോപ്സിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ബയോപ്സിക്ക് പോയപ്പോൾ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച്, പരിശുദ്ധ അമ്മേ, ഞാൻ അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം ഇത് റിസൾട്ട് നോർമലായി കിട്ടണമെന്ന്. അങ്ങനെ ബയോപ്സിയുടെ റിസൾട്ട് വന്നു, ബിനൈനാണ്, പേടിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞായിരുന്നു എല്ലാ വർഷവും മാമോഗ്രാം ചെയ്യണം, സൈസ് ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യണമെന്ന്. ഞാൻ ഈ മാസം വന്ന് ഞാൻ മാമോഗ്രാം ചെയ്തു. സൈസിന് യാതൊരു വ്യത്യാസവും ഇല്ല, ഒന്നും ചെയ്യേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ രണ്ടാമതായിട്ട് മോൻ്റെ പേര് റോഷൻ എന്നാണ്. അവന് വാസ്കുലൈറ്റിസ് ഉണ്ടായിരുന്നു. അപ്പോൾ 2022 തൊട്ട് എല്ലാ വർഷവും അവനിങ്ങനെ സ്കിൻ എന്തെങ്കിലും ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വരും. അവൻ്റെ സ്കിന്ന് ഇതുപോലെയാകും അവൻ്റെ സ്കിന്ന്. അപ്പോൾ അവന് സ്റ്റീറോയിഡ്സ് എന്തെങ്കിലും എടുത്തു കഴിയുമ്പോൾ മാത്രമാണ് കുറയുന്നത്. പക്ഷേ ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്, മാതാവിൻ്റെ അടുത്ത് വന്ന് കുഞ്ഞിനെ സാക്ഷ്യം പറഞ്ഞോളാം, അവന് ഒരു കുഴപ്പവും കൂടാതെ സംരക്ഷണം നൽകണമെന്ന്. എപ്പോഴും മാതാവിൻ്റെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഉപ്പിട്ടും തേനൊക്കെ എടുത്ത് കൊടുക്കുമായിരുന്നു. ഇപ്പം ഒത്തിരി കുറവുണ്ട്. പരിശുദ്ധ അമ്മയും ഈശോയും തന്ന വലിയൊരു അനുഗ്രഹമാണത്. പിന്നെ കുഞ്ഞിൻ്റെ പേര് റയാന. അവൻ്റെ ചെവിക്കകത്ത് 2 ചെവിക്കകത്ത് ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ചെവിക്കകത്ത് ടിംബോനോഗ്രാം ചെയ്തു. 2 ചെവിക്കകത്തും ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടായത് B ടൈപ്പാണ്. നമുക്ക് നോർമലായിട്ടും വേണ്ടത് A ടൈപ്പാണ്. അങ്ങനെ ഞങ്ങൾ സർജറിക്ക് വേണ്ടി അമൃതയിൽ അപ്പോയിൻമെൻ്റ് എടുത്തു. ഈ മാസം 11-ാം തീയതി ആയിരുന്നു സർജറി പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ ഇവിടെ വന്ന അച്ഛനെ കണ്ട് 2 പേരെയും പ്രാർത്ഥിച്ചിട്ടായിരുന്നു പോയത്. അപ്പോൾ 8-ാം തീയതി ഞങ്ങൾ പിന്നെയും ചെന്ന് ടിംബോനോഗ്രാം ചെയ്തു. അവൻ്റെ B എന്നുള്ളത് A ടൈപ്പായി പരിശുദ്ധ അമ്മയും ഈശോയും തന്ന് അനുഗ്രഹിച്ചു. സർജറി കൂടാതെ പൂർണ്ണ സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ഞാനൊരു നേഴ്സായിട്ടാണ്. അവിടെയുള്ള രോഗികളെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ ശുശ്രൂഷ ചെയ്യാനും സാധിക്കാറുണ്ട്. പിന്നെ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് വന്ന പത്രം എല്ലാം അവിടെ കൊടുക്കും. എല്ലാ മാസവും ഞങ്ങളെക്കൊണ്ട് പറ്റുന്നതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്. പിന്നെ പ്രാർത്ഥനയിലും കൂടുതൽ ഈശോയുടെ അടുത്ത് ജീവിക്കുവാൻ വലിയ കൃപ ലഭിച്ച് തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൃപാസനത്തിൻ്റെ ഒരു ഇൻ്റർസെക്ഷൻ ഗ്രൂപ്പ് ഞങ്ങൾക്ക് കുവൈറ്റിലുണ്ട്. അതിനകത്ത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാനും എല്ലാ മാസവും അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കുവാനും ദൈവം വലിയൊരു അനുഗ്രഹം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. ടിഷ റോബിൻ എന്ന സഹോദരിയുടെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഉടമ്പടിയുടെ പ്രാർത്ഥനയിൽ ഒന്നാമത്തെ നിയോഗമായിട്ട് ഈ സഹോദരി വെച്ചിരുന്നത് കുടുംബത്തിൽ പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടാകണം എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അടിമുടി മാറ്റം സംഭവിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് ഈ കുടുംബം ദാഹിച്ചപ്പോൾ ഈ കുടുംബത്തിലുണ്ടായ വലിയ മാറ്റങ്ങളും അവരുടെ ഉടമ്പടി ജീവിതം അവർ വിശ്വസ്തയോടുകൂടി ജീവിച്ചപ്പോൾ പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടതുമാണ് ജീവിത ഉടമ്പടി സാക്ഷ്യമായിട്ട് ഇവർ നമ്മളുമായി പങ്കുവെച്ചത്. ഈ സഹോദരി പറയുകയായിരുന്നു, സഹോദരിയുടെ ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായപ്പോൾ അത് ക്യാൻസർ ആകുമോ എന്ന് ഭയപ്പെട്ടു. പരിശുദ്ധ അമ്മയോട് പ്രത്യേകം മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. അതിനുശേഷം അത് നിസ്സാരമായിട്ട് മാറിപ്പോവുകയും അതിനൊരു സൈസ് ഇൻക്രീസ് ഇല്ലാതെ അത് തുടരുകയും ചെയ്യുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മ വ്യക്തമായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ടു എന്ന് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ 2 മക്കൾക്കും ഒരു കുഞ്ഞിന് സ്കിൻ ഡിസീസ് ഉണ്ടായപ്പോഴും അതുപോലെ തന്നെ മറ്റേ കുഞ്ഞിൻ്റെ ചെവിയിൽ ഫ്ലൂയിഡ് നിറഞ്ഞപ്പോഴുമൊക്കെ ഇവരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അഭിഷേകവും അനുഗ്രഹവും ലഭിച്ചു.
പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ ഒന്നാമതായിട്ട് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഈ കുടുംബം എപ്രകാരമാണോ നമ്മളുടെ മുൻപിൽ സാക്ഷ്യം നൽകിയത്, അതുപോലെ നമ്മളുടെ കുടുംബങ്ങളിലും പരിവർത്തനം നടത്തുവാനായിട്ടും കൂടുതൽ വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാനായിട്ടും ദൈവം അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ കുടുംബത്തോടൊപ്പം ഒന്നു ചേർന്ന് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.